ഓം ശാന്തി. 8/2/26 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 31/12/2008 മധുബൻ. ഈ നവവർഷത്തിൽ പരിവർത്തന ശക്തിയുടെ വരദാനത്തിലൂടെ നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് പരിവർത്തനപ്പെടുത്തി സങ്കല്പവും ശ്വാസവും സമയവും സഫലമാക്കൂ. സഫലതാമൂർത്തിയാകൂ. ഇന്ന് നവജീവിതം നൽകുന്ന ബാബ തൻ്റെ 4 ഭാഗത്തുമുള്ള നവജീവിതം ധാരണ ചെയ്യുന്ന കുട്ടികളെ കണ്ട് ഹർഷിതമാവുകയാണ്. ഈ നവജീവിതം തന്നെ നവയുഗം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ലോകത്തുള്ളവർ നവവർഷം ആഘോഷിക്കുന്നു. നവജീവിതമുള്ള കുട്ടികളായ നിങ്ങൾ സർവ ആത്മാക്കൾക്കും ആശംസകളും നൽകുന്നു. അതിനോടൊപ്പം ഈ ഒരു സന്തോഷ വാർത്തയും നൽകുന്നു. നവയുഗം ഇതാ വരാൻ പോകുന്നു. നിങ്ങളെല്ലാ കുട്ടികൾക്കും ബാബ സമ്പത്തിൻ്റെ രൂപത്തിൽ ഗോൾഡൻ ലോകത്തിൻ്റെ ഗിഫ്റ്റ് നൽകി കഴിഞ്ഞു. ആ ഗോൾഡൻ ലോകത്തിൽ അനേകം ഗോൾഡൻ സമ്മാനങ്ങളുണ്ട്. ഈ ഗോൾഡൻ ലോകത്തിൻ്റെ സമ്മാനം നമ്മുടെ ജന്മസിദ്ധ അധികാരമാണ് എന്ന് നിങ്ങൾക്കേവർക്കും ലഹരി ഉണ്ടല്ലോ. ഇന്നത്തെ ലോകത്തിൽ ആർക്കെങ്കിലും എത്ര തന്നെ വലുതിലും വലിയ സമ്മാനം നൽകിയാലും വലുതിലും വലുത് എന്തായിരിക്കും? കിരീടമോ സിംഹാസനമോ? എന്നാൽ താങ്കളുടെ ഗോൾഡൻ ലോകത്തിൻ്റെ ഗിഫ്റ്റിന് മുന്നിൽ അത് വലിയ കാര്യമാണോ? ഏതെങ്കിലും വലിയ കാര്യമാണോ? താങ്കളുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ട്. നമ്മുടെ ബാബ നമുക്ക് ഏറ്റവും ഉയർന്നതിലും ഉയർന്ന നവയുഗത്തിൻ്റെ ഗിഫ്റ്റ് നൽകിയിരിക്കുകയാണ്. നിശ്ചയവുമുണ്ട്, നിശ്ചിതവുമാണ്. ഈ ഭാവി ആർക്കും മാറ്റുവാൻ സാധിക്കില്ല. ഈ ഇളകാത്ത നിശ്ചയം സദാ സ്മൃതിയിൽ ഇരിക്കുന്നുണ്ടോ? അതോ ഇടയ്ക്കിടയ്ക്ക് കുറഞ്ഞു പോകാറുണ്ടോ? ജന്മസിദ്ധ അധികാരമാണ്. അപ്പോൾ ജന്മസിദ്ധ അധികാരം ഒരിക്കലും മാറിപ്പോവുകയില്ല. നിങ്ങളെല്ലാവരും വിവിധ സ്ഥാനങ്ങളിൽ നിന്നും പുതുവർഷം ആഘോഷിക്കുവാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ നവവർഷത്തിൽ ഏതൊരു ലക്ഷ്യമാണ് വച്ചിരിക്കുന്നത്? ഈ നവവർഷത്തിൽ എന്താണ് വിശേഷിച്ച് ചെയ്യേണ്ടത്? ഈ നവവർഷത്തിൻ്റെ വിശേഷത ഇതാണ്: ബാബയ്ക്ക് സമാനം സമ്പന്നവും സമ്പൂർണവും ആവുക തന്നെ വേണം. എന്ത് പുരുഷാർത്ഥം ചെയ്യേണ്ടി വന്നാലും ബാബയ്ക്ക് സമാനം ആവുക തന്നെ വേണം എന്നത് നിശ്ചിതമാണ്. പറയൂ, എല്ലാവരുടെയും മനസ്സിൽ ഈ ഉറച്ച സങ്കല്പം ഉണ്ടല്ലോ. തലകുലുക്കൂ. ബാബയും ഇത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഓരോ കുട്ടിയും ബാബയ്ക്ക് സമാനമാകണം. ബാബ തന്നെയാണ്. എന്നാൽ കുട്ടികൾ ബാബയേക്കാൾ ഉയർന്നതാണ്. അപ്പോൾ ബാബയ്ക്ക് സമാനമാവുക എന്ന ലക്ഷ്യത്തെ പൂർത്തീകരിക്കുന്നതിനായി ബാബയെ ഫോളോ ചെയ്യേണ്ടി വരും. ചിന്തിക്കൂ, ബാബ അഥവാ ബ്രഹ്മ ബാബ എങ്ങനെയാണ് സമ്പൂർണമായത്? ആ ഒന്നിന് എന്ത് വിശേഷതയാണ് ഉണ്ടായിരുന്നത്? സമ്പൂർണതയുടെ വിശേഷ ആധാരം എന്തായിരുന്നു? ബ്രഹ്മ ബാബ തൻ്റെ ഓരോ സമയവും സഫലമാക്കി, ഓരോ ശ്വാസവും ഓരോ സെക്കൻഡും സഫലമാക്കി. അപ്പോൾ ബാബയ്ക്ക് സമാനം ആകുന്നതിനായി ഈ വർഷം എന്ത് ലക്ഷ്യം വയ്ക്കും? സഫലമാക്കണം. സഫലതാമൂർത്തി ആവുക തന്നെ വേണം. സഫലത നമ്മുടെ കഴുത്തിലെ മാലയാണ്. സഫലത നമ്മുടെ ബാബയുടെ സമ്പത്താണ്. അപ്പോൾ ഈ ലക്ഷ്യത്തോടുകൂടി ചെക്ക് ചെയ്യണം. ഓരോ ദിവസവും സ്വയം തന്നെ ചെക്ക് ചെയ്യണം. സഫലതാമൂർത്തിയായി സമയം, ശ്വാസം, ഖജനാവുകൾ, ശക്തികൾ
ഗുണം എല്ലാം സഫലമാക്കിയോ? കാരണം ഇപ്പോഴുള്ള സഫലതയിലൂടെയാണ് ഭാവിയിലേക്കും ശേഖരണം ഉണ്ടാകുന്നത്. ഇപ്പോൾ എന്തെല്ലാം സഫലമാക്കിയോ അതിൻ്റെ ഫലം 21 ജന്മത്തേക്ക് ശേഖരിക്കപ്പെടുന്നു. അറിയാമല്ലോ, മുൻപും കേൾപ്പിച്ചിട്ടുണ്ട്. അഥവാ താങ്കൾ സമയം സഫലമാക്കുകയാണെങ്കിൽ ഭാവിയിലും താങ്കൾക്ക് രാജ്യഭാഗ്യത്തിൻ്റെ ഫുൾ സമയം, രാജ്യഭാഗ്യത്തിൻ്റെ പ്രാപ്തി ഉണ്ടാകുന്നു. ശ്വാസം സഫലമാക്കുകയാണെങ്കിൽ 21 ജന്മം ആരോഗ്യമായി ഇരിക്കും. ഒരിക്കലും ആരോഗ്യത്തിൽ ഏതെങ്കിലും കുറവുണ്ടായിരിക്കുകയില്ല. അതിനോടൊപ്പം ഏതൊരു ഖജനാവാണോ ശേഖരിക്കുന്നത്, ഏറ്റവും വലിയ ഖജനാവാണ് ജ്ഞാനത്തിൻ്റേത്. ജ്ഞാനത്തിൻ്റെ അർത്ഥമാണ് വിവേകം. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ഖജനാവ് സഫലമാക്കുന്നതിലൂടെ ഭാവിയിൽ താങ്കൾ വിവേകശാലിയായി മാറുന്നു. അതിലൂടെ താങ്കൾക്ക് ഏതെങ്കിലും മന്ത്രിമാരുടെ നിർദ്ദേശം സ്വീകരിക്കേണ്ടി വരുന്നില്ല. സ്വയം അഖണ്ഡവും മാറ്റമില്ലാത്തതുമായ രാജ്യം ഭരിക്കുന്നു. താങ്കളുടെ രാജ്യത്തിൽ യാതൊരു വിഘ്നവും ഇല്ല. നിർവിഘ്നം, അഖണ്ഡം, മാറ്റമില്ലാത്തത്. ഇതാണ് ജ്ഞാനത്തിൻ്റെ ഖജനാവ് ശേഖരിക്കുന്നതിൻ്റെ ഫലം. ഒരു ജന്മം സഫലമാക്കി അനേകം ജന്മം സഫലതയുടെ ഫലം കഴിക്കുന്നു. ഇതേപോലെ തന്നെ ശക്തികൾ ഏതെല്ലാമാണോ പ്രാപ്തമായിരിക്കുന്നത് അവയെ സ്വയം പ്രതിയും മറ്റുള്ളവരെ പ്രതിയും സഫലമാക്കുകയാണെങ്കിൽ ഭാവിയിൽ താങ്കളുടെ രാജ്യത്തിൽ സർവശക്തികളും ഉണ്ടായിരിക്കും. ഒരിക്കലും ശക്തി കുറയുകയില്ല. ഒരു ശക്തിയുടെയും കുറവുണ്ടായിരിക്കില്ല. ഇതേപോലെ അഥവാ ഗുണങ്ങൾ ദാനം ചെയ്യുകയാണെങ്കിൽ താങ്കളുടെ അവസാനത്തെ 84 ജന്മം വരെയും ഏതൊരു ജഡചിത്രമാണോ നിർമ്മിക്കുന്നത് അതിൽ ലാസ്റ്റ് വരെയും താങ്കളുടെ എന്ത് മഹിമയാണ് ചെയ്യുന്നത്? സർവഗുണസമ്പന്നം. അപ്പോൾ അനേകം ജന്മത്തേക്ക് ഓരോരോ സഫലതയുടെയും പ്രാപ്തിയുടെ അധികാരിയായി മാറുന്നു. അപ്പോൾ ഈ വർഷം എന്താണ് ചെയ്യേണ്ടത്? ലക്ഷ്യം വയ്ക്കണം. ഒരു ശ്വാസമോ ഒരു സെക്കൻഡോ പോലും അസഫലം ആകരുത്. ശേഖരിക്കണം. ശേഖരിക്കാനുള്ള സമയം ചെറിയൊരു ജന്മമാണ്. ഫലത്തിൻ്റെ സമയം 21 ജന്മങ്ങൾ. അപ്പോൾ ഈ വർഷത്തിൽ ബാബയ്ക്ക് സമാനം ആകുന്നതിൻ്റെ ലക്ഷ്യം ഉണ്ടോ? എല്ലാവർക്കും ബാബയ്ക്ക് സമാനം ആവുക തന്നെ വേണം എന്ന ലക്ഷ്യമുണ്ടോ? ആകണം എന്നല്ല, ആവുക തന്നെ വേണം. ആവുക തന്നെ വേണം എന്നത് അണ്ടർലൈൻ. ശരി, കുട്ടികളും ആകുമോ? ചെറിയ കുട്ടികളും ആകും. കുട്ടികളുടെ കിരീടം നല്ലതായി തോന്നുന്നു. എല്ലാ കുട്ടികളും കിരീടം അണിഞ്ഞിരിക്കുകയാണ്. വളരെ നല്ലതായി തോന്നുന്നു. ഈ വർഷത്തിൻ്റെ ലക്ഷ്യവും വെച്ചു, ഒപ്പം ബാബയെ ഫോളോ ചെയ്യുന്നതിൻ്റെ മന്ത്രവും സഫലമാക്കി സഫലതാമൂർത്തിയാകണം. ഇതിനു വേണ്ടി ബാബ്ദാദ കുട്ടികൾക്ക് കൂടുതൽ പ്രയത്നിക്കേണ്ടതിൻ്റെ പ്രയാസവും നൽകുന്നില്ല. വളരെ സഹജമായ വിധി പറഞ്ഞു തരുന്നു. സഹജമായ വിധി എന്താണ്? ഏതൊരു സങ്കല്പം എടുത്താലും ആദ്യം ചെക്ക് ചെയ്യൂ, ബാബയുടേത് ഈ ഒരു സങ്കല്പം ആയിരുന്നുവോ? വാക്കുകൾ പറയുമ്പോൾ ചെക്ക് ചെയ്യൂ, ബാബയ്ക്ക് സമാനം ആകണമല്ലോ. അപ്പോൾ സങ്കല്പം, വാക്ക്, കർമ്മം, സംബന്ധ സമ്പർക്കം എന്നിവയിൽ ആദ്യം ചിന്തിക്കൂ, ചെക്ക് ചെയ്യൂ, ബാബയുടേത് ഇപ്രകാരമായിരുന്നോ എന്ന്. പിന്നെ അതുപോലെയുള്ള സ്വരൂപമായി മാറൂ. ബ്രഹ്മബാബയെ ഫോളോ ചെയ്യൂ. ഫോളോ ഫാദർ എന്ന് പാടപ്പെട്ടിട്ടുണ്ടല്ലോ. ചില കുട്ടികൾ വളരെ നല്ല നല്ല കളികൾ കാണിക്കുന്നു. ഏതൊരു കളിയാണ് കാണിക്കുന്നത് എന്നറിയാമോ? ഫോളോ ചെയ്യുന്നില്ല, പക്ഷേ എന്താണ് പറയുന്നത്? ആഗ്രഹിച്ചതല്ല, സംഭവിച്ചു പോയി.
ആദ്യം ചിന്തിച്ചിട്ട് ചിന്തിക്കുക മാത്രം പോരാ, സ്വരൂപമാകൂ. അഥവാ സ്വരൂപമായി മാറുകയാണെങ്കിൽ ചിന്തിച്ചതല്ല പക്ഷേ സംഭവിച്ചു പോയി എന്ന് പറയില്ല. ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് ശ്രേഷ്ഠ ആത്മാക്കളായ അധികാരികളായ താങ്കളാണ്. സംഭവിച്ചു പോയി എന്നതിൻ്റെ അർത്ഥമാണ് കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ കൺട്രോൾ ഇല്ല. അപ്പോൾ ഈ വർഷത്തിൽ ഈ സ്ലോഗൻ ഓർമ്മ വയ്ക്കണം. ബാബയ്ക്ക് സമാനം ചെയ്യുക തന്നെ വേണം, ആവുക തന്നെ വേണം. പ്രയാസമില്ലല്ലോ. ഏതുപോലെ ബാബ ചെയ്തുവോ അതേപോലെ ചെയ്യണം. കോപ്പി ചെയ്യുന്നത് സഹജമാണല്ലോ, ചിന്തിക്കേണ്ട ആവശ്യമേയില്ല. ബാബ അഥവാ ബ്രഹ്മ ബാബ ഫരിസ്തയായപ്പോൾ ഫരിസ്തയിൽ നിന്നും ദേവതയാവുക തന്നെ വേണം എന്നത് നിശ്ചിതം ആയതുപോലെ നിങ്ങൾക്കേവർക്കും നിശ്ചിതമാണ്. നിങ്ങൾക്കും ഫരിസ്തയിൽ നിന്നും ദേവത ആവുക തന്നെ വേണം. പല കുട്ടികളും പറയുന്നു, മുന്നോട്ട് പോകവേ ഓപ്പോസിഷൻ, എതിർപ്പുകൾ ധാരാളം ഉണ്ടാകുന്നു. അപ്പോൾ ഓപ്പോസിഷന് കാരണം പൊസിഷനിൽ നിന്നും താഴേക്ക് വന്നു പോകുന്നു. എന്നാൽ ഓർമ്മിക്കൂ, ബാബയ്ക്ക് സമാനം ആകേണ്ടതുണ്ട്. അപ്പോൾ സ്ഥാപനയുടെ ആദിയിൽ ബ്രഹ്മ ബാബ എത്രമാത്രം ഒപ്പോസിഷനെയാണ് പൊസിഷനിലേക്ക് പരിവർത്തനപ്പെടുത്തിയത്. ഓരോ കാര്യവും പുതിയതും ചലഞ്ച് അഥവാ വെല്ലുവിളിയും ആയിരുന്നു. ഇപ്പോഴാണെങ്കിൽ ലോകം വളരെയധികം മാറിപ്പോയി. എന്നാൽ ഒറ്റയ്ക്ക് ബ്രഹ്മ ബാബ എത്രമാത്രം സ്വമാനത്തിൻ്റെ സീറ്റിലിരുന്ന് പൊസിഷനിലൂടെ ഒപ്പോസിഷനെ നേരിട്ടു. എവിടെ പൊസിഷനുണ്ടോ അവിടെ ഓപ്പോസിഷന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മുൻപ് എന്താണ് പറഞ്ഞിരുന്നത്? ബഹളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഇപ്പോൾ എന്തു പറയുന്നു? അതിശയം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന്. ഇത്രമാത്രം വ്യത്യാസമുണ്ടായി. കാരണം എന്താണ്? ബ്രഹ്മ ബാബ സ്വയം സ്വമാനത്തിൻ്റെ സീറ്റിലൂടെയും ദൃഢനിശ്ചയത്തിൻ്റെ ശാസ്ത്രങ്ങളിലൂടെയും എതിർപ്പുകളെ സമാപ്തമാക്കി. അപ്പോൾ താങ്കൾ ഈ വർഷത്തിൽ എന്തു ചെയ്യും? സമാനം ആകണമല്ലോ. അപ്പോൾ അഥവാ ഓപ്പോസിഷൻ ഉണ്ടായാൽ പോലും താങ്കൾ സ്വമാനത്തിൻ്റെ സീറ്റിലിരിക്കൂ. അപ്പോൾ ഓപ്പോസിഷൻ പൊസിഷനിലേക്ക് പരിവർത്തനപ്പെടും. ധൈര്യമുണ്ടോ? ബ്രഹ്മ ബാബയ്ക്ക് സമാനം ആവുക തന്നെ വേണം. അതിൽ കൈ ഉയർത്തി. എന്നാൽ ഇത്രമാത്രം ധൈര്യമുണ്ടോ? ആദ്യം സ്വന്തം പരിവർത്തനത്തിൻ്റേത്, പിന്നീട് അനേകം സമ്പർക്കത്തിലുള്ള ആത്മാക്കൾ, അതിനുശേഷം വിശ്വത്തിലെ ആത്മാക്കൾ. ഇവരെയെല്ലാം തൻ്റെ മനസ്സ ശുഭഭാവനയിലൂടെ, ശുഭകാമനയിലൂടെ, ദൃഢസങ്കല്പത്തിലൂടെ പരിവർത്തനപ്പെടുത്തണം. ഈ വർഷം ബാബ്ദാദ വിശേഷിച്ച് ഒരു ശക്തിയുടെ വരദാനവും നൽകുകയാണ്. എൻ്റെ ബാബ എന്ന് ഹൃദയം കൊണ്ട് പറയുകയാണെങ്കിൽ ശക്തി ഹാജരാകും. എൻ്റെ ബാബ എന്ന് വെറുതെ അല്ല, ഹൃദയം കൊണ്ട് പറയുകയും എൻ്റെ ബാബ എന്ന അധികാരം വയ്ക്കുകയും ചെയ്തുവെങ്കിൽ ശക്തി താങ്കളുടെ മുന്നിൽ ഹാജരാകും. അത് ഏത് ശക്തിയാണ്? പരിവർത്തനത്തിൻ്റെ ശക്തി. പരിവർത്തനത്തിൻ്റെ ശക്തിയിലൂടെ വിശേഷിച്ച് നെഗറ്റീവിനെ പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യൂ. നെഗറ്റീവ് സങ്കല്പവും നെഗറ്റീവ് പെരുമാറ്റവും കാണുമ്പോഴും പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യൂ. പോസിറ്റീവ് കാണുന്നതും പറയുന്നതും ചെയ്യുന്നതും കേവലം ശുഭഭാവനയിലൂടെയും ശുഭകാമനയിലൂടെയും സഹജമാകും. കാരണം ഈ എതിർപ്പുകൾ വരും. എന്നാൽ താങ്കളുടെ പരിവർത്തനത്തിൻ്റെ ശക്തി താങ്കൾക്ക് സഹജമായി സഫലത നേടിത്തരും. അപ്പോൾ മനസ്സിലായോ? ഈ വർഷത്തെ വിശേഷ വരദാനമായ പരിവർത്തന ശക്തിയെ ദൃഢസങ്കല്പത്തിലൂടെ കാര്യത്തിൽ വിനിയോഗിക്കണം.
പരിവർത്തനം ചെയ്യുവാൻ സാധിക്കുമല്ലോ. താങ്കളുടെ ചലഞ്ചാണ്, ഓർമ്മയുണ്ടല്ലോ. വിശ്വപരിവർത്തകരാണല്ലോ. ടൈറ്റിൽ തന്നെ വിശ്വപരിവർത്തനം എന്നായിരിക്കെ സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തുന്നത് പ്രയാസമാണോ? മനസ്സിൽ ഏതെങ്കിലും പ്രയാസമുള്ള കാര്യം വന്നാൽ, പൊതുവെ പ്രയാസമുള്ള കാര്യമല്ല, എന്നാൽ താങ്കൾ ആക്കി മാറ്റുകയാണ്. മാസ്റ്റർ സർവശക്തിവാന്റെ മുന്നിൽ എന്താണ് പ്രയാസമായിട്ടുള്ളത്? എന്നാൽ താങ്കൾ ഒരു തെറ്റ് ചെയ്യുന്നു, പ്രയാസമുള്ളതാക്കി മാറ്റുകയും ചെയ്യുന്നു. ഏതുപോലെ നോക്കൂ, പെട്ടെന്ന് ഇവിടെ അന്ധകാരം ഉണ്ടാവുകയാണെങ്കിൽ ആരെങ്കിലും തെറ്റായ രീതിയിൽ അന്ധകാരത്തെ മാറ്റാൻ തുടങ്ങിയാൽ അന്ധകാരം മാറുമോ? ശരിയായ വിധിയാണ്, താങ്കൾ പ്രകാശത്തിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യൂ. അപ്പോൾ സെക്കൻഡിൽ അന്ധകാരം മാറിപ്പോകും. അപ്പോൾ താങ്കളും ഈ ഒരു തെറ്റ് ചെയ്യുന്നു. ഏതൊരു കാര്യമാണോ കഴിഞ്ഞു പോയത് അതിൻ്റെ എന്തുകൊണ്ട്, എപ്പോൾ, എങ്ങനെ ഈ ക്യൂയിലേക്ക് പോകുന്നു. ചെറിയ കാര്യത്തെ വലുതാക്കുന്നു. വലിയ കാര്യം പ്രയാസമുള്ളതായിരിക്കും. ചെറിയ കാര്യമാക്കൂ, അപ്പോൾ സഹജമാകും. ബാബ ഏതൊരു ശക്തിയെയും കാര്യത്തിൽ വിനിയോഗിക്കുന്നതിനുള്ള വളരെ സഹജമായ വിധി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ മാസ്റ്റർ സർവശക്തിമാനാണ്. തൻ്റെ ഈ സ്മൃതിയുടെ സീറ്റിൽ ഇരിക്കൂ. അഥവാ ഈ സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അപ്സെറ്റ് ആവുകയില്ല. സീറ്റ് ഇല്ലാത്തപ്പോഴാണ് അപ്സെറ്റ് ആകുന്നത്. സീറ്റ് ഉണ്ടെങ്കിൽ അപ്സെറ്റ് ആകില്ല. 63 ജന്മത്തെ സംസ്കാരം എമർജാകുന്നു. 63 ജന്മം എന്താണായിരുന്നത്? ഇപ്പോൾ സെറ്റ്, ഇപ്പോൾ തന്നെ അപ്സെറ്റ്. അപ്പോൾ സദാ സോമാനത്തിൻ്റെ സീറ്റിൽ സെറ്റായിരിക്കൂ. പിന്നെ ഈ വർഷത്തിൽ എന്തു ചെയ്യും? നവവർഷത്തിൽ ഗിഫ്റ്റ് എല്ലാവർക്കും നൽകുമല്ലോ. അപ്പോൾ ഏതൊരു ഗിഫ്റ്റ് നൽകും? ആശംസകളും നൽകും. ഒപ്പം എന്ത് ഗിഫ്റ്റ് നൽകും? ഗിഫ്റ്റാണെങ്കിൽ താങ്കളുടെ അടുക്കൽ ധാരാളമുണ്ട്. എത്ര നൽകുവാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും നൽകാൻ സാധിക്കും. സ്ഥൂലമായ ഗിഫ്റ്റ് അല്പകാലത്തേക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ അവിനാശിയായ ബാബയ്ക്ക് സമാനമാകുന്ന താങ്കൾ അവിനാശി ഗിഫ്റ്റ് നൽകൂ. മനസ്സിലൂടെ ശക്തികളുടെ ഗിഫ്റ്റ് നൽകൂ. വാക്കിലൂടെ ജ്ഞാനത്തിൻ്റെ ഗിഫ്റ്റ് നൽകൂ. കർമ്മത്തിലൂടെ ഗുണങ്ങളുടെ ഗിഫ്റ്റ് നൽകൂ. എല്ലാവരുടെയും പക്കൽ ഉണ്ടല്ലോ, തലകുലുക്കൂ. ഖജനാവുകൾ ധാരാളം ഉണ്ടല്ലോ, കുറവൊന്നുമില്ലല്ലോ. ആരുമായി കാര്യത്തിൽ ഏർപ്പെട്ടാലും കാര്യത്തിൽ വരേണ്ടി വരുമല്ലോ. അവർക്ക് നല്ലവണ്ണം ഈ വർഷം സമ്മാനങ്ങൾ നൽകൂ. എന്നാൽ അവിനാശിയായ സമ്മാനം ആയിരിക്കണം. കേൾപ്പിച്ചുവല്ലോ, ആരെയും ഒഴിഞ്ഞ കൈയോടെ പോകാൻ അനുവദിക്കരുത്. ഒന്നുകിൽ മനസ്സാ സമ്മാനം നൽകൂ, അല്ലെങ്കിൽ വാണിയുടേത്, അല്ലെങ്കിൽ കർമ്മത്തിൻ്റേത്. ഇതിനു വേണ്ടി താങ്കൾക്ക് സദാ ഒരു അറ്റൻഷൻ വെക്കേണ്ടി വരും. ഓരോ സമയത്തും മനസ്സിൽ ശക്തികളുടെ സ്റ്റോക്ക് എമർജാക്കി വയ്ക്കേണ്ടി വരും. എത്ര ശക്തികളുണ്ട്? ലിസ്റ്റ് ഉണ്ടല്ലോ. വാചായ്ക്ക് വേണ്ടി സദാ മനസ്സിൽ മനന ശക്തി, ജ്ഞാനത്തെ മനനം ചെയ്യുന്നതിൻ്റെ ശക്തി സ്മൃതിയിൽ വയ്ക്കേണ്ടി വരും. പെരുമാറ്റത്തിൽ, മുഖത്തിൽ, കർമ്മത്തിൽ ഗുണങ്ങളുടെ സ്വരൂപം ആകേണ്ടി വരും. സദാ സ്വയം തന്നെ ഗുണമൂർത്തിയും ജ്ഞാനമൂർത്തിയും ശക്തി സ്വരൂപവുമായി എമർജാക്കി വയ്ക്കേണ്ടി വരും. ശക്തികൾ ഉണ്ട്, ജ്ഞാനം ഉണ്ട് എന്നത് പോരാ, എന്നാൽ സ്വരൂപം ആകേണ്ടി വരും. ഓരോരുത്തരെയും ഈശ്വരീയ പരിവാരമാണ് എന്ന ദൃഷ്ടിയിലൂടെ, വൃത്തിയിലൂടെ നോക്കേണ്ടി വരും. ഈ വർഷം സമാനം ആവുക തന്നെ വേണം എന്നതിൽ കൈ ഉയർത്തി കഴിഞ്ഞു എന്നിരിക്കെ
ബാബ്ദാദയുടെ വതനത്തിൽ എല്ലാവരുടെയും കൈ കാണപ്പെടും. അവിടെ ഈ ചെറിയ TV അല്ല, വളരെ വലുതാണ്. ഒരു സെക്കൻഡിൽ സർവ സെന്റേഴ്സിന്റെ റിസൾട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ബാബയ്ക്ക് സമാനം ആവുക തന്നെ വേണം എന്ന ഏതൊരു ഉത്സാഹം ആണോ ഉള്ളത്, ബാബ്ദാദ അതിൽ സന്തുഷ്ടമാണ്. ഭാഗ്യവാന്മാരാണ്, സന്തോഷത്തിൻ്റെ മുഖം ഉള്ളവരാണ്. ഒരിക്കലും മുഖം അധികാരഗർഭിൻ്റേത് ആകരുത്. ആര് താങ്കളെ കണ്ടാലും സദാ സന്തോഷമുള്ളവരായി കാണണം. ജോലിയിൽ എത്ര ബിസി ആയിരുന്നാലും, തെറ്റുകൾ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും അധികാരഭാവത്തിൻ്റെ മുഖമോ വാക്കുകളോ ഉണ്ടാകരുത്. ഈ വർഷം ഈ പരിവർത്തനം ചെയ്ത് കാണിക്കൂ. പ്രൈസ് നൽകും. മുഴുവൻ വർഷത്തിലും ആരാണോ സദാ പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നത്, ഏത് കാര്യം വന്നാലും ശരി. പല സഹോദരന്മാരും പറയുന്നു, എല്ലാവരും ആത്മീയ സംഭാഷണം നടത്താറുണ്ടല്ലോ. അപ്പോൾ പറയുന്നു, അഥവാ അധികാരഭാവത്തോടെ പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാക്കുകയില്ല, മാറുകയേയില്ല എന്ന്. ഇവർ മാറാനേ പോകുന്നില്ല എന്ന് ആദ്യമേ തന്നെ താങ്കൾ ഭാവന വച്ചു. അപ്പോൾ അവർക്ക് താങ്കളുടെ വൈബ്രേഷൻ ആദ്യമേ തന്നെ എത്തിച്ചേർന്നു. അതിനാൽ ഈ വർഷത്തിൽ ക്രോധത്തിന് അല്ലെങ്കിൽ അതിൻ്റെ കുട്ടികൾക്ക് വിട നൽകണം. സാധിക്കുമോ? അധികാരഭാവവും പാടില്ല. കാര്യങ്ങൾ നടക്കുന്നതിന് വേണ്ടിയോ നന്നാക്കുന്നതിന് വേണ്ടിയോ സമയം പ്രതി സമയം ദേഷ്യപ്പെടുന്നവരോട് ബാബ ചോദിക്കുകയാണ്, അവർ നന്നായോ? ദേഷ്യപ്പെട്ടതുകൊണ്ട് ആരെങ്കിലും നന്നായോ? ആ ലിസ്റ്റ് പറയൂ. കൂടുതൽ പ്രകോപിതരാവുകയേ ഉള്ളൂ, നന്നാവുകയില്ല. മനസ്സിൽ എതിർക്കും. മുതിർന്നവരാണെങ്കിൽ തിരിച്ചു പറയാൻ കഴിയാത്തത് കാരണം മനസ്സിൽ എതിർക്കുന്നു. ചെറിയവരാണെങ്കിൽ കരയാൻ തുടങ്ങുന്നു. അപ്പോൾ ഈ വർഷം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് അത് മുഴുവൻ കേൾപ്പിക്കുകയാണ്. ഇഷ്ടമാണോ? ചെയ്യണ്ടേ? ഇപ്പോൾ കൈ ഉയർത്തൂ. ചെയ്യണമോ? ടിവിയുടെ ആൾക്കാർ ഈ ഫോട്ടോ എടുക്കൂ. കൈ ഉയർത്തൂ. അല്പനേരം നിവർത്തി വയ്ക്കൂ. ടിവിയുടെ ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരി. സമയമനുസരിച്ച് ബാബ്ദാദ നോക്കുകയായിരുന്നു. സമയത്തിൻ്റെ വേഗത ഈ സമയം തീവ്രമാണ്. അപ്പോൾ സമയത്തെ ആര് നേരിടും? താങ്കൾ തന്നെയാണ് ചെയ്യുക. ബാബ്ദാദ കണ്ടു, ദുഃഖികളുടെ വിളി, ഭക്തരുടെ വിളി, സമയത്തിൻ്റെ വിളി ഇത്രത്തോളം കേൾക്കുന്നത് കുറവാണ്. പാവങ്ങൾ ധൈര്യമില്ലാത്തവരാണ്. അവർക്ക് ചിറകുകൾ പിടിപ്പിക്കൂ. അപ്പോൾ പറക്കുവാൻ സാധിക്കട്ടെ. ധൈര്യത്തിൻ്റെ ചിറക്, ഉന്മേഷത്തിൻ്റെ, ഉത്സാഹത്തിൻ്റെ ചിറക് പിടിപ്പിക്കൂ. ശരി. 4 ഭാഗത്തുമുള്ള കുട്ടികൾ ഇപ്പോൾ ബാബ്ദാദയുടെ ഹോംവർക്കിനെ പ്രാക്ടിക്കലിൽ ചെയ്ത് തെളിവ് നൽകുന്ന സൽപുത്രരായ കുട്ടികളായി തൻ്റെ പ്രഭാവം കാണിക്കും. അപ്പോൾ 4 ഭാഗത്തുമുള്ള കുട്ടികൾ വളരെ വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള വാത്സല്യവും ഹൃദയത്തിൽ നിന്നുള്ള കോടി മടങ്ങ് സ്നേഹസ്മരണകളും സ്വീകരിച്ചാലും ഇങ്ങനെയുള്ള യോഗ്യരായ കുട്ടികൾക്ക്, ശ്രേഷ്ഠമായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ നമസ്തേ. ഈ വർഷത്തെ ഓരോ ദിവസവും സ്വപരിവർത്തനത്തിൻ്റെയും വിശ്വപരിവർത്തനത്തിൻ്റെയും രൂപത്തിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കണം. ഓരോ ദിവസവും പുതിയ പരിവർത്തനം, ഓരോ ദിവസവും പുതിയ സേവനം, ഓരോ ദിവസവും സദാ ഉന്മേഷവും ഉത്സാഹവും. ഒരു ദിവസം പോലും ചിന്തയുടെ ചിന്തനത്തിൻ്റേത് ആകരുത്. എല്ലായ്പ്പോഴും ഉന്മേഷത്തോടെ, ഉത്സാഹത്തോടെ
പകലും രാത്രിയും ചിലവഴിക്കണം. ഈ നവവർഷത്തിൽ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പുതിയത് സ്വയം പ്രതിയോ വിശ്വത്തെ പ്രതിയോ സേവനത്തെ പ്രതിയോ ചെയ്യുക തന്നെ വേണം. ഇങ്ങനെ ദൃഢസങ്കല്പമെടുത്ത് സമയത്തെ സമീപം കൊണ്ടുവന്ന് സമ്പൂർണവും ബാബയ്ക്ക് സമാനവുമായി പറപ്പിക്കുകയും വേണം. ശരി. ഓം ശാന്തി. വരദാനം: ഓരോരുത്തരുടെയും അഭിപ്രായത്തിന് റിഗാർഡ് നൽകി വിശ്വത്തിലൂടെ റിഗാർഡ് പ്രാപ്തമാക്കുന്ന ബാലകനും യജമാനനുമായി ഭവിക്കട്ടെ. ആരെങ്കിലും ചെറിയവരോ മുതിർന്നവരോ ആയാലും താങ്കൾ ഓരോരുത്തരുടെയും അഭിപ്രായത്തിന് റിഗാർഡ് തീർച്ചയായും നൽകൂ. കാരണം ആരുടെയെങ്കിലും അഭിപ്രായത്തെ തള്ളിക്കളയുക എന്നാൽ സ്വയം തന്നെ തള്ളിക്കളയുന്നത് പോലെയാണ്. അതിനാൽ അഥവാ ആരുടെയെങ്കിലും വ്യർത്ഥത്തെ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും ആദ്യം അവർക്ക് റിഗാർഡ് നൽകൂ, സമ്മാനം നൽകൂ, അതിനുശേഷം ശിക്ഷണം നൽകൂ. ഇതും ഒരു രീതിയാണ്. എപ്പോഴാണോ ഇങ്ങനെ റിഗാർഡ് നൽകുന്നതിൻ്റെ സംസ്കാരം നിറയുന്നത്, അപ്പോൾ വിശ്വത്തിൽ നിന്നും താങ്കൾക്ക് റിഗാർഡ് ലഭിക്കും. ഇതിനു വേണ്ടി ബാലകനും മാലിക്കും ബാലകനും ആകൂ. ബുദ്ധി പരിധിയില്ലാത്തതിൽ ശുഭത്തിൻ്റെയും മംഗളത്തിൻ്റെയും ഭാവനയാൽ സമ്പന്നം ആയിരിക്കണം. സ്ലോഗൻ: മസ്തകത്തിൽ സദാ കൂട്ടുകെട്ടിൻ്റെ സ്മൃതിയുടെ തിലകമണിയണം. ഇതുതന്നെയാണ് സുമംഗലിയുടെ അടയാളം. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലതാ സമ്പന്നം ആകൂ. ഏകത കൊണ്ടുവരുന്നതിനായി 2 കാര്യങ്ങൾ ധാരണ ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, ഏകനാമിയായി സദാ ഓരോ കാര്യത്തിലും ഒന്നിൻ്റെ തന്നെ നാമം പറയണം. 2, സങ്കല്പങ്ങളുടെയും സമയത്തിൻ്റെയും ജ്ഞാന ഖജനാവുകളുടെയും ഇക്കണോമി ചെയ്യൂ. എപ്പോഴാണോ എല്ലാവരും ഇങ്ങനെ ഏകനാമിയും ഇക്കോണമി ഉള്ളവരുമായി മാറുന്നത്, അപ്പോൾ ഒരു ബാബയിൽ എല്ലാ പ്രകാരത്തിലുമുള്ള ഭിന്നത ലയിച്ചു ചേരും. സദ്ഗുരുവാം സംഗമേശ്വരം ശുഭവര